രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത്തവണ മഴ നേരത്തെ വന്ന് നമ്മളെയൊക്കെ ഒന്ന് പേടിപ്പിച്ചു. വയനാട്ടുകാർക്ക് സ്വതവേ മഴ എന്ന് പറയുമ്പോൾ ചെറിയ പേടിയുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ അനുഭവം വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെടികളൊക്കെ പുതിയതായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഇതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുള്ള ചെടികൾ. 15 പ്ലാന്റ് ക്രീപ്പർ പ്ലാന്റ് 1050 വാങ്ങുമ്പോൾ 500 രൂപയുടെ ചെടികൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. അതുപോലെ 10 ചെടികൾ 910 രൂപയ്ക്ക് വാങ്ങുമ്പോൾ 5 ചെടികൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. അങ്ങനെയായിരുന്നു. അതിപ്പോഴും ഉണ്ട്, ചെടികൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ ഇന്ന് ഞാൻ വേറൊരു ചെടിയാണ് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്ന ചെടിയാട്ടോ. ആഫ്രിക്കൻ വയലറ്റ് വളരെ മനോഹരമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. ഇത് കണ്ടില്ലേ, വലിയ പോട്ടിൽ നട്ടിട്ട് നല്ലപോലെ പൂക്കളൊക്കെ ആയി. എല്ലാത്തിലൊന്നും പൂവായിട്ടില്ല, എല്ലാ കളറൊന്നും തിരിയാനും ആയിട്ടില്ല. എന്നാലും പല കളർ, ഒരു 4-5 കളർ ഇപ്പോൾ തന്നെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറഞ്ഞുതരാവേ. പല നിറങ്ങളിൽ മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പൂച്ചെടിയാണ് ആഫ്രിക്കൻ വയലറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൈൻറ്റ് പോളിന. വിത്ത് ഉപയോഗിച്ചും തണ്ട് മുറിച്ച് നട്ടും പുതിയ ചെടികൾ മുളപ്പിച്ചെടുക്കാം. പൂക്കളെ പോലെ തന്നെ ഇവയുടെ ഇലകളും അതിമനോഹരമാണ്. ആകൃതിയിലും നിറത്തിലും ഇലകളും വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് നല്ല പച്ച ഇലകളുണ്ടാവും, അതുപോലെ ആ ഇലകളിൽ വെരിഗേറ്റഡ് ആയിട്ടുള്ളത് വരുന്നുണ്ട്, പിന്നെ ഒരു മെറൂൺ ഇലകൾ വരുന്നതുണ്ട്. അങ്ങനെ പലതരം ഇലകൾ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന മനോഹരമായ ചെടിയാണിത്. ഈ ചെടി ഉണ്ടല്ലോ, നമ്മൾ നന്നായി കെയർ ചെയ്ത് ശ്രദ്ധിച്ച് വളർത്തുകയാണെങ്കിൽ ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും, ഒരുപാട് പൂക്കൾ തരികയും ചെയ്യും. മിക്കവാറും എല്ലാ സമയത്തും ഈ ചെടിയിൽ പൂക്കളുണ്ടാവും. വെള്ളം അധികം ആവുകയോ ചുവട്ടിൽ കെട്ടിക്കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ചെടി കേട് വന്ന് പോകും കേട്ടോ. അതിൻ്റെ വേര് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധയോടെ വളർത്തുകയാണെങ്കിൽ വളരെ ഭംഗിയുള്ള ചെടിയായിട്ടും പൂക്കളായിട്ടും ഇരിക്കുകയും ചെയ്യും. ഇത് നല്ല ഒരു ഇൻഡോർ ചെടിയായിട്ട് വളർത്താവുന്നതാണ്. പക്ഷേ എന്താണെന്നറിയോ, ചെറിയ തോതിലെങ്കിലും വെയിൽ കിട്ടുന്ന ഭാഗത്താണ് ഇത് വെക്കേണ്ടത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭാഗത്തെ ജനലിൽ കൂടെ വെളിച്ചം വരുന്നതായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ദിവസവും കുറച്ച് നേരം വെയിലത്തേക്ക് എടുത്തു വെച്ചാലും മതി. അങ്ങനെയാണെങ്കിൽ നല്ല ബ്രൈറ്റായി ചെടി വളരുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും ഈ ചെടി വൃത്തിയായിട്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് കൊഴിഞ്ഞ പൂക്കളുടെ തണ്ടുകളും കേടായ ഇലകളും അതുപോലെ കേടായ മൊട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സമയാസമയങ്ങളിൽ തന്നെ നമ്മളത് മുറിച്ച് വൃത്തിയാക്കി മുറിച്ച് മാറ്റണം. അതുപോലെ പൂങ്കുല വിരിഞ്ഞു കഴിഞ്ഞ പൂങ്കുലകളില്ലേ, അതൊക്കെ മുറിച്ച് മാറ്റിയാലാണ് അവിടെ പുതിയ ബഡ്സ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ കാലത്തും ഈ ചെടിയിൽ പൂക്കളുണ്ടാവും. അതായത് പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ പൂങ്കുല അങ്ങ് മുറിച്ച് കളഞ്ഞേക്കണം. ഈ ആഫ്രിക്കൻ വയലറ്റ് ചെടി ഉണ്ടല്ലോ, നമുക്ക് കിട്ടിയാൽ അപ്പം തന്നെ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഒരാഴ്ച വെച്ച് നമ്മുടെ ക്ലൈമറ്റുമായിട്ടൊക്കെ ഇണങ്ങിയ ശേഷം അത് നടുകയാണെങ്കിൽ കേടാവാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവ നടുമ്പോൾ മുഴുവനായിട്ട് മണ്ണിട്ട് മൂടാതെ നമ്മൾ അതിൻ്റെ ആ മുകൾ ഭാഗം സ്വതന്ത്രമായി നിർത്തിക്കൊണ്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ. മൊത്തം മൂടുകയാണെങ്കിൽ എന്താ അറിയുമോ, നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് മണ്ണ് ഇലകളിലേക്ക് തെറിച്ചിട്ട് ചെടി വൃത്തികേടാവും. അപ്പോൾ അതിൻ്റെ വേര് ചെയ്യാനും ഇലകൾ കേടാവാനും സാധ്യത. മഴക്കാലത്ത് നമ്മൾ ഈ ചെടികളെ എപ്പോഴും നനയ്ക്കേണ്ട കാര്യമല്ല, ഒരു 10 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചാൽ മതി. അപ്പോൾ അത് തന്നെ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ആ മണ്ണ് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രം ചെറിയ നനവ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം. അത് മണ്ണ് മാത്രമേ നനയ്ക്കാവൂ, നമ്മൾ ചെടികളുടെ മുകളിൽ കൂടെ വെള്ളം നനച്ചു കൊടുക്കേണ്ട കാര്യമല്ല. നട്ടിട്ട് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ എന്താക്കാമെന്ന് വെച്ചാൽ NPK വളം വെള്ളത്തിൽ ചേർത്ത് അത് ചെറിയ രീതിക്ക് മിതമായിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ്, സാഫോ അല്ലെങ്കിൽ ഒന്നുമില്ല വേപ്പെണ്ണ ആയാലും മതി, ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ഈ ഇലകളിലല്ല, ഇലകൾ മെല്ലെ സൂക്ഷ്മതയോടുകൂടി കൈകൊണ്ട് മാറ്റിയിട്ട് അതിൻ്റെ ചുവട്ടിൽ പോട്ടി മിക്സിലേക്ക് നമ്മൾ ഏതെങ്കിലും ഫംഗിസൈഡ് മാസത്തിൽ 2 പ്രാവശ്യം വീതം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ യാതൊരു കേടും ഇതിന് വരില്ല കേട്ടോ. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിൻ്റെ ഈ ചെടീൻ്റെ അടിയിൽ ഉണങ്ങിയ ഇലകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും വീണു കിടക്കാൻ സമ്മതിക്കരുത്. പുതിയ ചെടികൾ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പം ഇതിൻ്റെ ഇലകളിൽ നിന്ന് തന്നെ കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഏറ്റവും അടിയത്തെ ഒരു ഇല മുറിച്ചെടുക്കുക, തണ്ടോടുകൂടി മുറിച്ചെടുക്കുക. അതൊരു 1 ഇഞ്ച് നീളത്തിൽ ആ തണ്ട് നിർത്തിയിട്ട് ബാക്കിയുള്ളത് നമ്മളൊരു ചെറിയ പോട്ടിനകത്ത് ചകിരിച്ചോറോ അല്ലെങ്കിൽ മണലോ നിറച്ചിട്ട് അതിനകത്തേക്ക് ആ ഇലകളുടെ ഭാഗം എല്ലാം മണ്ണിലാവണ്ട, ബാക്കി തണ്ട് മുഴുവനായിട്ട് ആ പോട്ടി മിക്സ് ഏതാണോ എടുക്കുന്നത്, ഒന്നുകിൽ മണൽ മാത്രം അല്ലെങ്കിൽ ചകിരിച്ചോറ് മാത്രം, അതിലേക്ക് മൂടി നല്ലപോലെ ഇലകൾ പുറത്ത് കാണുന്ന വിധത്തിൽ വെക്കുക. എന്നിട്ട് ചെറുതായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. വീടുകളിലാവുമ്പോൾ വിത്തുകളിൽ നിന്ന് ചെടികൾ ഉണ്ടാക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. ഞാനിതിൻ്റെ ഇലകളോ അല്ലെങ്കിൽ തണ്ടോ മാത്രം മുറിച്ച് നട്ടിട്ടാണ് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത്. വളരെ ഭംഗിയുള്ള ചെടികളാട്ടോ ഇത്. ഒരുപാട് കളറിൽ വ്യത്യസ്തമായിട്ടുള്ള പല കളറിലുള്ള ചെടികളുണ്ട്. ഇതിൻ്റെ പോട്ടോട് കൂടിയിട്ട് ആണ് ഞാൻ അയക്കുന്നത്. ഇത്രയും വലിയ ചെടികൾ, അതായത് ഈ ചിത്രത്തിൽ കാണുന്ന ചെടികൾ ഇതുപോലെ തന്നെയാണ് അയക്കുക.
അതായത് പൂക്കളുള്ള ചെടിയാന്ന് പറഞ്ഞല്ലോ, നമ്മൾ ആ മണ്ണോട് കൂടി തന്നെ നടാം കേട്ടോ. ഇതിലത്തെ പോട്ട് മിക്സ് നമ്മൾ ആ പോട്ട് നന്നായിട്ട് മെല്ലെ ഒന്ന് ഞെക്കിയിട്ട് നമ്മളെ കയ്യിലേക്ക് കമിഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ആ മണ്ണോട് കൂടി ഒരു വേര് പോലും ഇളക്കം തട്ടാതെ അങ്ങനെ കിട്ടും, കയ്യിലേക്ക് കിട്ടും. അപ്പോൾ ഈ ചെടി കിട്ടിക്കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചതിന് ശേഷം പോട്ടിംഗ് മിക്സൊക്കെ റെഡിയാക്കിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചെടി മുഴുവനായിട്ട് മൂടാതെ ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം പോട്ടിംഗ് മിക്സൊക്കെ ഇട്ടിട്ട് നട്ടാൽ മതി. ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന പൂവോട് കൂടിയ ചെടിക്ക് 80 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. 80 രൂപ മാത്രമേ വരുന്നുള്ളൂ. മണ്ണോട് കൂടിയാണ് അയക്കുക, പോട്ടിംഗ് മിക്സോട് കൂടിയാണ് അയക്കുക. ബാക്കി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ. അടുത്തത് ഇതാണ്. പല വെറൈറ്റി ഉണ്ട്. 4 കളറായിട്ടുള്ളത് കൊടുക്കാം. 4 കളർ വ്യത്യസ്ത 4 കളറിൻ്റെ ഒരു കോംബോ ആയിട്ടാണ്. ഇത് ജിഫി ബാഗിനകത്ത് മുളപ്പിച്ചിട്ടുള്ള നല്ലപോലെ വേരും തളിർപ്പും ഒക്കെ വന്നിട്ട് നല്ല ഹെൽത്തി ചെടിയാണ്. ഇതിൻ്റെ 4 ചെടിക്ക് 160 രൂപയാണ് വരുന്നത്. 4 ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ചെടികളാണ്, നല്ലപോലെ വേരും തളിർപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരേ പൂക്കളായിരിക്കില്ല, പല കളറാണ്. നമുക്കതിൻ്റെ ഇലകളിൽ നിന്ന് അതിൻ്റെ നിറങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. 4 വ്യത്യസ്ത ചെടികൾ 160 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ പിന്നെ അടുത്ത ഫോട്ടോയിൽ കാണുന്ന ഇതുപോലെ തിക്കായിട്ടുള്ള പൂക്കൾ, നിറയെ പൂക്കളും പുതിയ പുതിയ ഷൂട്ടുകളൊക്കെ ആയിട്ടുള്ള ചെടി 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ചെടികൾ ആവശ്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തോളൂ. ഈ നമ്പറിൽ എൻ്റെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഈ നമ്പറിൽ തന്നെയാണുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യൂ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് മുഴുവനായിട്ട് കാണണം. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ പല വെറൈറ്റിയുള്ള ചെടികൾ വീണ്ടും വീണ്ടും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. തൽക്കാലത്തേക്ക് ബൈ ബൈ.